സണ്ണി ജോസഫ് അധ്യക്ഷ ചുമതല ഏറ്റെടുത്തതിന് പിന്നാലെ മറ്റ് സ്ഥാനങ്ങളിലേക്കുള്ള അഴിച്ചുപണിക്ക് ഒരുങ്ങുകയാണ് KPCC നേതൃത്വമെന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പുനഃസംഘടന ഒരാഴ്ചക്കകം പൂർത്തിയാക്കുകയും പുതിയ നേതൃത്വത്തിന്റെ പ്രഥമ ലക്ഷ്യം അതാണ്. യുവജനങ്ങളിലേക്ക് കൂടുതൽ എത്തിപ്പെടാനും ചടുലതയോടെ പ്രവർത്തിക്കാനുമായി യുവാക്കളുടെ പ്രാതിനിധ്യം കൂട്ടാൻ ധാരണയായിട്ടുണ്ട്. സണ്ണി ജോസഫ് അധ്യക്ഷനായതിനു ശേഷം നടത്തിയ പ്രസംഗത്തിൽ KC വേണുഗോപാലും പുനഃസംഘടന ഉണ്ടാകുമെന്ന സൂചന നൽകി കഴിഞ്ഞു. മാത്രമല്ല ജംബോ കമ്മിറ്റി ഒഴിവാക്കാനും തീരുമാനമായിട്ടുണ്ട്. ഇത് സംബന്ധിച്ചിട്ടുള്ള അനൌദ്യോഗിക ചർച്ചകൾക്കായി നാളെ പുതിയ നേതൃത്വം ഹൈക്കമാൻഡുമായി കൂടിക്കാഴ്ച നടത്താനാണ് തീരുമാനം. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളിലേക്ക് കടക്കേണ്ടതിനാലാണ് ഇത്തരത്തെടുക്കപ്പെട്ട് ഈ മാസത്തോടെ പുനഃസംഘടന പൂർത്തിയാക്കുന്നത്. KPCC വൈസ് പ്രസിഡന്റുമാർ, ജനറൽ സെക്രട്ടറിമാർ എന്നിവരെ ഉടൻ നിശ്ചയിക്കും. ജില്ലാ പ്രസിഡന്റുമാരെ മാറ്റാനും തീരുമാനമായിട്ടുണ്ട്. AICC നടത്തിയ പരിശോധനയിൽ കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, എറണാകുളം ജില്ലകളിലെ പ്രവർത്തനമേ മികച്ചതായി കണ്ടെത്തിയിട്ടുള്ളൂ. അതിനാൽ തിരഞ്ഞെടുപ്പിന് മുൻപ് ജില്ലകളിലും പുതിയ സംഘടനാ സംവിധാനം ഒരുക്കണമെന്നാണ് AICCക്ക് ലഭിച്ചിട്ടുള്ള റിപ്പോർട്ട്. തിരഞ്ഞെടുപ്പിനുള്ള ഒരുക്കം സംബന്ധിച്ച ഒരു പദ്ധതി രേഖ കോൺഗ്രസ് തയ്യാറാക്കിയിട്ടുമുണ്ട്. ഇത് നടപ്പാക്കുന്നതിന് പ്രത്യേകം ചുമതലക്കാരെ നിശ്ചയിക്കുക തന്നെ ചെയ്യും. യുവനിരയെ ഇതിനായി നിയോഗിക്കണമെന്നാണ് നേതൃത്വം കണക്കാക്കുന്നത്. നിയമസഭയിലേക്ക് ജയിക്കുമെന്ന് കണക്കാക്കുന്ന മണ്ഡലങ്ങളിലെ തദ്ദേശ തലത്തിലുള്ള പ്രവർത്തനം പ്രത്യേകമായാണ് കണക്കാക്കുന്നത്. സാമൂഹിക മാധ്യമങ്ങളിലെ ഇടപെടൽ, പ്രാദേശിക പ്രശ്നങ്ങൾ അറിഞ്ഞ് ജനങ്ങൾക്കൊപ്പം നിൽക്കുക, സർക്കാരിന്റെ വീഴ്ചകൾ ബോധ്യപ്പെടുത്തുക എന്നിവയെല്ലാം ആദ്യഘട്ട പ്രവർത്തനത്തിൽ തന്നെ ഉൾപ്പെടുത്തേണ്ടതാണെന്നാണ് കർമ്മ പദ്ധതിയിലുള്ളത്. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് വിദഗ്ധരുടെ സഹായത്തോടെയാണ് കർമ്മ പരിപാടി തയ്യാറാക്കിയിട്ടുള്ളത്. KPCC നേതൃമാറ്റത്തിന് പിന്നാലെ സ്ഥാനം നഷ്ടമായ MM ഹസന് പുതിയ ചുമതല നൽകാൻ ധാരണയായിട്ടുണ്ട്. UDF കൺവീനർ സ്ഥാനത്ത് നിന്നും അപ്രതീക്ഷിതമായാണ് ഹസനെ മാറ്റിയത്. ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനം ഹസൻ പരിഭവമില്ലാതെ അംഗീകരിക്കുകയായിരുന്നു. ഇതോടെയാണ് അദ്ദേഹത്തിന് ഉചിതമായ ചുമതല നൽകി നേതൃത്വത്തിന്റെ ഭാഗമാവാൻ തീരുമാനിച്ചത്. എന്തുപറ്റി എന്നത് KPCC പ്രസിഡന്റിന്റെയും സഹഭാരവാഹികളുടെയും ചുമതല ഏൽക്കുന്ന ശേഷമായിരിക്കും തീരുമാനിക്കുക. ഇന്നലെ രാവിലെയാണ് സണ്ണി ജോസഫ് KPCCയുടെ പുതിയ അധ്യക്ഷനായി ചുമതലയേറ്റത്. മുൻ KPCC പ്രസിഡന്റ് K സുധാകരനാണ് സണ്ണി ജോസഫിന് ചുമതല കൈമാറിയത്. സണ്ണിക്ക് പുറമെ വർക്കിംഗ് പ്രസിഡന്റുമാരായി AP അനിൽകുമാർ, ഷാഫി പറമ്പിൽ, PC വിശ്വനാഥ് എന്നിവരും UDF കൺവീനറായി അടൂർ പ്രകാശും ചുമതല ഏറ്റെടുക്കുകയുണ്ടായി. AICC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷി, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മുൻ UDF കൺവീനർ MM ഹസൻ, VM സുധീരൻ, K മുരളീധരൻ, രമേശ് ചെന്നിത്തല തുടങ്ങി മുതിർന്ന നേതാക്കളെല്ലാം തന്നെ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു.